പോലീസ് കാണിച്ച ഒരു നാറിയ പരിപാടി നിങ്ങളുടെ അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇപ്പോൾ ലൈവിൽ വന്നിരിക്കുന്നത്. ഇവിടെ എന്തുട്ട പ്രശ്നം? അപ്പൊ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? എന്റെ ഫേസ്ബുക്ക് പേജിനെ ഈ പോലീസിനും സർക്കാരിനും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കും ഒക്കെ ഇത്രയേറെ ഭയമാണോ എന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്ത് അടിസ്ഥാനത്തിലാണ് എന്റെ പേജ് സൈബർ സെല്ലിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യിച്ചിട്ട് ഇന്ത്യയിൽ നിന്ന് എടുത്ത് കളയാൻ വേണ്ടി ശ്രമിച്ചത്? പോലീസിന് ഭയം വരാനുള്ള കാരണം തൃക്കാക്കരയിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള റിയാലിറ്റി അറിയാവുന്നതുകൊണ്ടാണ്. കേരള പോലീസിനെതിരെ ഹൈക്കോടതിയിൽ പോകും. യാതൊരു അടിസ്ഥാനവുമില്ലാതെ എന്റെ ഫേസ്ബുക്കിന്റെ കംപ്ലീറ്റ് പേജും നിങ്ങൾ റിമൂവ് ചെയ്യാൻ വേണ്ടി ചെയ്ത പരിപാടി ജനാധിപത്യ വിരുദ്ധമാണ്. ഈ രാജ്യത്തെ ഒരു പൗരന് അവന്റെ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. ഒരു ഫേസ്ബുക്ക് പേജ് തന്നെ എടുത്ത് കളഞ്ഞതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്നെ പേടിച്ചിട്ടാണ്. എന്തൊരു തള്ളാടിയത്! നാണമില്ലേടാ നിനക്കൊക്കെ ഇങ്ങനെ ഭയപ്പെടാൻ എന്നത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇങ്ങനെ പേടിക്കലടാ ആണുങ്ങളെ വില കളയാനാ. ഇങ്ങനെ ഭയന്ന് നീയൊക്കെ എത്ര കാലം ജീവിക്കും? എന്നിട്ട് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് കുറെ സൈബർ അടിമകളെ വെച്ച് ആക്രമിക്കാൻ പറ്റുന്നതിന്റെ പരമാവധി ആക്രമിച്ചു. ഞാൻ പറയുന്ന യാഥാർത്ഥ്യങ്ങൾ സമൂഹത്തിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചെയ്ത നാറിയ പരിപാടി ഒരു രീതിയിലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. നിങ്ങൾക്കെതിരെ ഈ രാജ്യത്ത് മറ്റൊരു നിയമ സംവിധാനം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഏത് അറ്റം വരെയും ഞാൻ പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. എന്ത് അടിസ്ഥാനത്തിലാണ് എനിക്കെതിരെ എന്റെ പേജ് റിമൂവ് ചെയ്യിക്കാൻ കേരള പോലീസ് ഇറങ്ങി തിരിച്ചത് എന്നുള്ളത് എനിക്ക് അറിയണം. We must keep our eyes on him. Okay?